നമസ്കാരം. കഴിഞ്ഞ 10 കൊല്ലങ്ങൾ അനുഭവിച്ച പിണറായി വിജയന്റെ കിരാതഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സഖാക്കൾ, ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമാണ് 2012 മെയ് 4. അന്നാണ് CPM-ന്റെ വാടക കൊലയാളികൾ TP ചന്ദ്രശേഖരൻ എന്ന സഖാവിനെ 51 വെട്ടുകൾ കൊണ്ട് ഇല്ലാതാക്കിയത്. 14 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു മെയ് 14-ന് ഇടതുപക്ഷത്തെ പടിയടച്ച് പിണ്ടം വെച്ചു കേരളത്തിലെ ജനങ്ങൾ. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നൊരു ഒറ്റ മനുഷ്യൻ്റെ ആർജവം കൊണ്ടാണ് കൊടിസുനിയും അണ്ണൻ സുജിത്തും മുഹമ്മദ് റാഫിയും കിർമാണി മനോജും ട്രൗസർ മനോജും ഉൾപ്പെടെയുള്ള വാടക കൊലയാളികൾ പോലീസിൻ്റെ പിടിയിലായത്. മുടക്കോഴി മലയിൽ നിന്ന് ഈ വാടക കൊലയാളികളെ പൊക്കിയതിൻ്റെ പിന്നിൽ പ്രധാനമായും നട്ടെല്ലുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. IG അനൂപ് കുരുവിള ജോൺ, ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി, SP ജോസി ചെറിയാൻ, SP KV സന്തോഷ് കുമാർ. ഈ 4 ഉദ്യോഗസ്ഥരായിരുന്നു TPയുടെ കൊലയാളികൾ പിടിയിലാകാൻ കാരണം. ഒരുപക്ഷെ UDF വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരിൽ ഈ 4 പേരുമുണ്ടാകും. ഇവർ നാട് കടത്തപ്പെട്ടിട്ട് കൊല്ലം 10ആയി. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം നല്ലൊരു തസ്തിക പോലും കൊടുക്കാതെ ഇവരോട് പകവീട്ടി. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ SP ആയിരുന്നു അനൂപ് കുരുവിള ജോൺ. സംഭവത്തിൽ CPM നേതാക്കൾക്കുള്ള പങ്ക് പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിച്ചു. 2016-ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ക്രമസമാധാന ചുമതലയിൽ നല്ലൊരു തസ്തിക പോലും അനൂപ് കുരുവിള ജോണിന് നൽകിയില്ല. പകരം പോലീസ് അക്കാദമിയിലും മറ്റ് അപ്രധാന തസ്തികകളിലുമൊക്കെ അദ്ദേഹത്തിന് മാറ്റി. നിവൃത്തിയില്ലാതെ അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ കേന്ദ്രത്തിലേക്ക് പോയി. ഇന്ന് ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് അനൂപ് കുരുവിള ജോൺ. രാജ്യമറിയുന്ന മികച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം. ഒരു തരത്തിൽ പറഞ്ഞാൽ CPM-ന്റെ പക അദ്ദേഹത്തിന് ഉർവശി ശാപം ഉപകാരം എന്നതുപോലെയായി. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണത്തിലെ രണ്ടാമൻ ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലിയാണ്. TP കേസിൻ്റെ സൂത്രധാരനായ CPM നേതാവ് P മോഹനനെ നടുറോഡിൽ കാർ തടഞ്ഞ് സിനിമാ സ്റ്റൈലിൽ അറസ്റ്റ് ചെയ്തയാളാണ് AP ഷൗക്കത്ത് അലി. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ എടുത്തു വെച്ച് മോഹനൻ്റെ കാർ തടഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതാണ് ഷൗക്കത്ത് അലിയോടുള്ള CPM-ന്റെ പകയ്ക്ക് കാരണം. കേസിലെ ഒരു പ്രതിയായ TK രജീഷിനെ മുംബൈയിലുള്ള ഒരു കുഗ്രാമത്തിൽ നിന്നും മുടക്കോഴി മലയിൽ നിന്ന് കൊടിസുനിയെയും സംഘത്തെയും പിടികൂടിയതും ഈ ഷൗക്കത്ത് അലിയായിരുന്നു. അന്ന് CPM-ന്റെ നോട്ടപ്പുള്ളിയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ. പക്ഷേ CPM അധികാരത്തിൽ വരുന്നത് മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ NIA-യിലേക്ക് പോയി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ IPS കരസ്ഥമാക്കി. ഷൗക്കത്ത് അലിക്ക് IPS കിട്ടുന്നത് തടയാൻ CPM കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP-യാണ് AP ഷൗക്കത്ത് അലി. ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടും ആലപ്പുഴയ്ക്കപ്പുറം ഷൗക്കത്ത് അലിയെ കടത്തിയിട്ടില്ല പിണറായി സർക്കാർ. TP കേസ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന SP ജോസി ചെറിയാനോടുള്ള CPM-ന്റെ ശത്രുതയ്ക്ക് കാരണം അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്നായിരുന്നു. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ജോസി ചെറിയാൻ തെക്കൻ കേരളത്തിലായിരുന്നു കൂടുതലും. പലതവണ സ്ഥലം മാറ്റം കൊടുത്തു. പക്ഷേ വടക്കോട്ട് ജോസി ചെറിയാനെ കൊണ്ടുപോകാൻ പിണറായി സർക്കാർ തയ്യാറായില്ല. അതിനുള്ള ധൈര്യമുണ്ടായില്ല. സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ അനുവദിക്കാതെ 10 കൊല്ലം നാടുകടത്തി. IPS കിട്ടാതിരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പരമാവധി വൈകിപ്പിച്ചു. ഒടുവിൽ IPS കിട്ടാതെ കഴിഞ്ഞയാഴ്ച സർവീസിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുമ്പോൾ വടകര DYSP ആയിരുന്നു ജോസി ചെറിയാൻ. ഇനി വരുന്ന UDF സർക്കാർ മനസ്സുവെച്ചാൽ ജോസി ചെറിയാന് IPS കിട്ടും. അടുത്തയാൾ SP KV സന്തോഷ് കുമാർ. രേഖാനുസൃതം TP കൊലക്കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന KV സന്തോഷ് കുമാർ. വടകര പുതുപ്പണം സ്വദേശിയായ സന്തോഷ് കുമാർ കോഴിക്കോട്ടായിരുന്നു ജോലി നോക്കിയിരുന്നത്. വടകര റൂറൽ SP ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 1/2 കിലോമീറ്റർ മാത്രം. കേരള പോലീസിലെ മാന്യനായ ഉദ്യോഗസ്ഥൻ. ഒറ്റവാക്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം. ഇപ്പോൾ മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് SP ആയിരിക്കുന്ന അദ്ദേഹത്തിന് IPS കിട്ടാതിരിക്കാൻ പിണറായി സർക്കാർ പഠിച്ച പണി 18 പയറ്റി. പക്ഷേ അദ്ദേഹത്തിന് IPS കിട്ടി. പക്ഷേ പിന്നീട് ഒരിക്കലും സ്വന്തം ജില്ലയിലേക്ക് CPM അദ്ദേഹത്തെ അടുപ്പിച്ചിട്ടില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിച്ചത് അന്നത്തെ ADGP N ശങ്കർ റെഡ്ഡിയായിരുന്നു. അദ്ദേഹവും CPM-ന്റെ പകവീട്ടലിന് ഇരയായി. ഉത്തരമേഖല ADGP ആയിരുന്ന ശങ്കർ റെഡ്ഡി പിന്നീട് DGP റാങ്കിലെത്തിയിട്ടും അദ്ദേഹത്തിന് നല്ലൊരു തസ്തിക കൊടുത്തില്ല പിണറായി സർക്കാർ. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് വിരമിച്ച അദ്ദേഹം ഇപ്പോൾ സ്വദേശമായ ആന്ധ്രയിലാണ്. TP കേസ് പ്രതികളെ പിടികൂടിയ ക്രൈം സ്ക്വാഡിലെ അംഗങ്ങളും സൈബർ സെൽ എക്സ്പെർട്ട് മനോജും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ CPM വർഷങ്ങളോളം വേട്ടയാടി. ചിലർ CPM-നോട് ഐക്യപ്പെട്ടു,
ചിലർ സർവീസിൽ നിന്നും വിരമിച്ചു. ഇനി UDF സർക്കാർ വരുമ്പോൾ കണക്ക് തീർക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്.